നമസ്കാരം. നമുക്ക് ഏവർക്കും യജ്ഞ സംസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കാം. വലിയൊരു സന്ദേശമാണ് യജ്ഞത്തിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കുവാനായിട്ട് ഋഷീശ്വരന്മാർ ശ്രമിച്ചത്. യജ്ഞത്തിൽ നാം ഹോമിക്കുന്നതെല്ലാം തന്നെ ആയുർവേദത്തിലുള്ള പലതരം മരുന്നുകളാണ്. ഒരു ഉദാഹരണത്തിന് നമുക്ക് ചിന്തിക്കാം. ഒരു ടയർ കത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കത്തുമ്പോൾ വരുന്ന പുക അത് ശ്വസിക്കുകയാണെങ്കിൽ അത് ശരീരത്തിന് ഹാനികരമാണെന്നും നല്ലൊരു സുഗന്ധദ്രവ്യം ഇല്ലെങ്കിൽ ചന്ദന മരത്തിൻ്റെ സമിത്ത്, ചമത ഇല്ലെങ്കിൽ ചന്ദനക്കട്ട എരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്നത് എന്താണെന്ന് ഏവർക്കും അറിയാം. അതുപോലെ തന്നെ പശുവിൻ നെയ്യ്, ആലിൻ്റെ സമിത്ത്, ചമത. ഈ ചമത എന്ന് പറയുമ്പോൾ ഓരോ വൃക്ഷത്തിൻ്റെ ഈ കമ്പുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ ചമതകളെല്ലാം തന്നെ നാം ഹോമിക്കുന്നു. അമൃതവള്ളി ഹോമിക്കുന്നു. ഈ അമൃതവള്ളി കത്തുമ്പോൾ അതിൽ നിന്ന് വരുന്ന പുക ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അങ്ങനെ പ്രകൃതിക്കും ഗുണം ചെയ്യുന്നു. അങ്ങനെ യജ്ഞസംസ്കാരത്തിൽ ആയുർവേദത്തിലുള്ള പലതരം മരുന്നുകളെ ഹോമിക്കുന്നു. തദ്വാര പ്രകൃതി സംരക്ഷണം. ഇത് ഒരു വീക്ഷണമാണ്. മന്ത്രങ്ങളെല്ലാം മാറ്റിവെക്കുകയാണ്. അതൊരു മറ്റൊരു ഭാഗത്താണ്. ഇവിടെ ചിന്തിക്കുന്നത് നമ്മുടെ വീടുകളിൽ ലളിതമായി പോസിറ്റീവ് എനർജി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ചിന്തയാണ്. അസുഖങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ചിന്തയാണ്. നെഗറ്റീവ് എനർജി ഇല്ലെങ്കിൽ പലതരത്തിലുള്ള വായു മലിനീകരണം എങ്ങനെ തടയാം അല്ലെങ്കിൽ കുറയ്ക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്ത. അങ്ങനെ നമുക്കിതിനെ ആയുർവേദിക് അഗ്നിഹോത്രം എന്ന് നമുക്ക് വിളിക്കാം. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഇതിനകത്ത് മന്ത്രമില്ലാതെ നാം എങ്ങനെ ലളിതമായ രീതിയിൽ ഈ ഒരു അഗ്നിഹോത്ര പദ്ധതി ചെയ്യാം എന്നുള്ളത് ചിന്തിക്കാം. ഈ യജ്ഞം ആയുർവേദം കൊണ്ട് നാം ചെയ്യുന്ന, ആയുർവേദ മരുന്നുകൾ കൊണ്ട് നാം ചെയ്യുന്ന യജ്ഞത്തിലൂടെ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകും. ഏവർക്കും പരീക്ഷിക്കാം. ഇതെങ്ങനെ എന്ന് പറയാം. നമുക്കതിനായിട്ട് വേണ്ടത് ചെറിയൊരു ഹോമകുണ്ഡമാണ്. ഈ ഹോമകുണ്ഡം എന്ന് പറയുമ്പോൾ തന്നെ ഇനി വലിയ രീതിയിലൊന്നും ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. അതിന് സാധിക്കാത്തവർ ചെടിച്ചട്ടി ആയാലും മതി. ആ ചെടിച്ചട്ടിയിൽ നാം എന്ത് ചെയ്യുന്നു? കുറച്ച് പ്ലാംവിറക് ആദ്യമേ തന്നെ കത്തിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ ചാണക വറളി എന്നൊക്കെ പറയും, അതും ഇടുന്നു. അത് കത്തിയ ശേഷം ആ അഗ്നിയിലേക്ക് ആയുർവേദ മരുന്നുകൾ നാം ഒന്നൊന്നായിട്ട് നിക്ഷേപിക്കുകയാണ്, ഹോമിക്കുകയാണ്. അതിനോടൊപ്പം മന്ത്രമില്ല, സ്വാഹാകാരമില്ല, ഒന്നുമില്ല. നാം ഒരു പ്രോസസ്സായിട്ട് ഇതിനെ കാണുന്നു. ആയുർവേദ മരുന്നുകളെ നാം അഗ്നിഹോത്രം എന്നുള്ള ഒരു ചിന്താ പദ്ധതിയിലൂടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിലനിർത്തുവാനായിട്ട് ചിന്തിക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയ ചെടിച്ചട്ടിയിൽ പ്ലാംവിറക് കത്തിക്കാൻ പറഞ്ഞു. അത് കത്തിച്ച ശേഷം എന്തൊക്കെയാണ് ആയുർവേദ സമിത്തുക്കൾ, ചമതകൾ എന്നതിലേക്ക് ചിന്തിക്കാം. ഇവിടെ അമൃതവള്ളി, ആലിൻ്റെ സമിത്ത്, അരയാൽ, പേരാൽ, അതിൻ്റെ സമിത്ത്, ചമത. അതോടൊപ്പം കറുക നമുക്ക് ഹോമിക്കാം. കുറച്ച് പശുവിൻ നെയ്യ് ഹോമിക്കാം. എന്നിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈസി ആയിട്ട് ഒരു 20 മിനിറ്റ് ചെയ്യുവാനുള്ള വിഷയം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് മന്ത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കിഴക്ക് നോക്കി ഇരിക്കുക. വീട്ടിൽ ഏതെങ്കിലും സൗകര്യമുള്ള ഒരു സ്ഥലത്തിരുന്ന് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. ഏവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ മനസ്സിൽ ഇനി മന്ത്രം ജപിക്കണം, വേറെ സമയമില്ല എന്നുണ്ടെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം കൂടി ജപിച്ചു കൊള്ളുക. അതിനും ബന്ധം കൽപ്പിക്കേണ്ടതില്ല. ഏവർക്കും പരീക്ഷിക്കാൻ പറ്റിയ ഒരു യജ്ഞ സംസ്കാരമാണ് ആയുർവേദ അഗ്നിഹോത്രം. നമസ്കാരം.